കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ഐശ്വര്യയുടെ കല്യാണം എല്ലാം നല്ല മംഗളമായിട്ട് കഴിഞ്ഞു. പിന്നെ നല്ല ഫുഡും കാര്യങ്ങളും സൂപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഐശ്വര്യമായിട്ടുള്ള സൗഹൃദം നമ്മുടെ സ്റ്റാർ മാജിക് മുതലാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഭയങ്കര കട്ട ചാൻസായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുകയാണ്. അപ്പം കഴിഞ്ഞ ജൂൺ 30 എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. കഴിഞ്ഞ ജൂൺ 30 ഐശ്വര്യ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ജൂൺ 30 ഐശ്വര്യൻ്റെ കല്യാണം. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഒരു സ്പെഷ്യൽ ഡേ എന്ന് ഓർത്തിരിക്കാനുള്ള ഇതായിരുന്നു. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഐശ്വര്യ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാച്ചിനാണ്. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ടിന്റെ കല്യാണത്തിന് കൂടാൻ പറ്റി. ഹാപ്പി. സൗഹൃദം ഞങ്ങൾ 6 years ആയിട്ടുള്ള സൗഹൃദമാണ്. ഷൂട്ടിന് വരുമ്പോൾ സ്റ്റാർ മാജിക് കണ്ടിട്ടുള്ള അവിടെ വെച്ച് കണ്ടിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഐശ്വര്യ ഭയങ്കര കമ്പനി ആയിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ. അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെയാണ്. ചില സമയത്ത് അവള് ഡൗൺ ആവും, പെട്ടെന്ന് വിഷമിക്കും, പെട്ടെന്ന് സങ്കടം, അങ്ങനെയൊക്കെ വരുന്ന കൂട്ടത്തിലാണ്. കൂടെ എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. അവളെ ഇങ്ങനെ ചേർപ്പേര് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം. പാവമാണ്. കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ? അതെ, വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങള് എപ്പോഴും ചോദിച്ചറിയണുണ്ടല്ലോ, കല്യാണമായോ ആയിഷു ഇത് പെട്ടെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുങ്ങനെ ആളെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു? ഇല്ല, പെട്ടെന്ന് ഉണ്ടായൊരു കല്യാണമാ. പെട്ടെന്ന് തന്നെ നടന്നു. ഹാപ്പി. അപ്പോൾ ഐശ്വര്യയുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ? നന്നായിട്ടുണ്ട്. ഭയങ്കര ഡിഷായി. ഇതിൻ്റെയൊക്കെ ഇത് ചോദിക്കാനായിട്ട് വിളിക്കെന്തെങ്കിലും ചെയ്തിരുന്നു? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവളും ഫുൾ തിരക്കിലായിരുന്നു. ഞാനും ഇതേപോലെ ഷൂട്ടിനും കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. ഇവിടെ വന്ന് പിന്നെ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട് അറിയിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഞാൻ വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ മയമയർ എന്ന് പറഞ്ഞ സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയായിട്ടാണ് അതിൽ സ്വന്തം ലൈഫിലും അതുപോലെ തന്നെ അനിയത്തിയെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിനായിരുന്നു ഇവിടെ വന്ന് കല്യാണം ചെയ്യാൻ പറ്റി. ഐശ്വര്യക്കും ഹസ്ബൻഡിനും എല്ലാവരുടെ ആശംസകളും. അവരുടെ വളരെ മനോഹരമായൊരു ജീവിതം അവർക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഐശ്വര്യ ഇങ്ങനെ ചാടിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണല്ലേ? അങ്ങനെയാണോ ശരിക്കും നിങ്ങളുടെ അടുത്തും? നമ്മുടെ അടുത്ത് അങ്ങനെ തന്നെയാണ്. ഭയങ്കര കമ്പനിയാണ്, എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഐശ്വര്യ വന്നു കഴിയുമ്പോൾ സെറ്റ് മൊത്തത്തിലൊന്നും ഓണാവുന്നത്. എല്ലാവരുമായിട്ടും ഭയങ്കര ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ. ഇനി ലൈഫ് മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഉള്ളത്. കല്യാണം അടിപൊളിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. അയ്യോ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ബാക്കില് നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ടെങ്കിൽ അഭിക്കറിയാം, ഇവിടെ അന്നയ്ക്കറിയാം. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. ഇവിടെ അപ്പുറത്തെ ഞാൻ നല്ല കരച്ചിലായിരുന്നു. പക്ഷെ നിങ്ങളെ കാണാതെ ഞാൻ ശ്രദ്ധിച്ചു. ശരിയാണോ ബ്രോ? അല്ല ശരിയാണ്. ശരി, അല്ലേ? ശരിയല്ലേ? അതെ, ശരിയാ. എന്താണ് നിങ്ങൾ അബീന്റെ അടുത്ത് ചോദിച്ചു. നല്ല ഫുഡാണ്, നല്ല പായസമായിരുന്നു. നിങ്ങൾ കഴിച്ചില്ല അല്ലേ? പായസം പഠിപ്പിച്ചാണോ? അല്ല, എന്തെങ്കിലും ഉണ്ടോ? എന്റെ പാതിയിൽ എന്തിനാ? ഈ പാതിനെ കൊണ്ടുവന്നത് ഇങ്ങനെ കരഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ മനുഷ്യനെ എന്തിനാ കൊണ്ടുവന്നേന്നാ? അല്ല, അവൻ ഐശ്വര്യ കല്യാണം ഐശ്വര്യ കാണാൻ വന്നത്. ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഹായ്, അത്രേ ഉള്ളൂ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഇല്ല ഏട്ടാ, ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ തുടങ്ങാൻ. സത്യം തുടങ്ങിയോ? നീ തുടങ്ങിയോ? എങ്ങനെയുണ്ടായിരുന്നു? എന്റെ പുതിയ പടം റിലീസ് ചെയ്യാണ്. കനകരാജ്യം. ഈ വരുന്ന ജൂലൈ 5-ാം തീയതി. എല്ലാരും കാണണം. ആള് വിട്ട് താല്പര്യമില്ല. അപ്പൊ എല്ലാരും പോയി കാണണം കേട്ടോ. പുതിയത് പടം 2 റിലീസ് ചെയ്യാനുണ്ട്. ഒന്ന് സൂപ്പർ സിന്ദഗി, ഒന്ന് കനകരാജ്യം. പിന്നെ ഒരു പടം ഡീറ്റെയിൽ പിന്നെ പറയാം. അതാണ് നല്ലത്. അല്ല, എന്നിട്ട് പറഞ്ഞിട്ട് റിലീസ് ആയില്ലെങ്കിൽ നടക്കണം. എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഹലോ, എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണം അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. ആശംസകൾ, എല്ലാവിധ വിവാഹ മംഗളാശംസകൾ.
ഈ ഐശ്വര്യമായിട്ടുള്ള സൗഹൃദമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐഷു നമ്മുടെ ബെസ്റ്റ് ബഡിയാണ്. സുമേഷ് ഏട്ടാ ഇവര് വിളിക്കുന്നു വാ. എന്തായാലും അവർക്ക് നല്ലൊരു ഭാവി തന്നെയാണ്. ഓക്കെ ഓക്കെ ഇറങ്ങിക്കോട്ടെ. നമ്മളിനി കുറേ നേരം നിങ്ങൾ കാണേണ്ടി വരും. നമ്മൾ വൈകുന്നേരം വരെയില്ല, നാളെ പിന്നെ ചേട്ടാ അപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ എങ്ങനെ തോന്നുന്നു? കല്യാണം കഴിഞ്ഞാൽ എനിക്ക് 3 മക്കളുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഐശ്വര്യ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു കൂടപ്പുറത്തിനെ പോലെ ഉള്ള സ്നേഹം. അവരെ തന്നെ കല്യാണം കഴിച്ച് പോകുമ്പോഴാണ് ഇവരുടെയൊക്കെ സ്നേഹങ്ങളും സ്നേഹങ്ങളൊക്കെ എത്രത്തോളം ഒരാളുകളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ മനസ്സിലാവണം ഇപ്പോഴാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ അല്ലാത്തൊരു ദുഃഖമുണ്ട്. ഞങ്ങളുടെ സ്റ്റാർമേറ്റത്തിലെ ദൈവത്തിൻ്റെ ഒരു പടക്കുതിരയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്നാലും ഞങ്ങളുടെ ഐശ്വര്യത്തോടെ നല്ലൊരു ജീവിതം കിട്ടിയത് വലിയ സന്തോഷം. ഈ സമയത്തിൽ ഒരാളെ മിസ് ചെയ്യുന്നുണ്ടല്ലോ, സുധിച്ചേട്ടനില്ലല്ലോ, എങ്ങനെ തോന്നുന്നത്? നമ്മൾ മിസ് ചെയ്യാതിരിക്കുന്നില്ല, അതെപ്പോഴും അങ്ങനെ മിസ് ചെയ്യുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വേദന ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പറയാറില്ല. എപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ കൂടെ ഉണ്ട ആളാണല്ലോ സ്ഥിതി. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓർക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓർക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമുക്ക് അത്ര വേദനയുള്ള കാര്യമായതുകൊണ്ട് ഈ അവസരത്തിൽ പറയാനില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ഐശ്വര്യന് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയും ദൈവാധീനമൊക്കെ നല്ല ദാമ്പത്യ ജീവിതം ഐശ്വര്യന് കിട്ടട്ടെ എന്ന് മഞ്ഞുവാക്കായിട്ടല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്.